അപ്പോൾ മക്കളെ ഈ കൂട്ടിയിട്ട് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. 2 ദിവസം മിഷീനിലിട്ട തുണികളാണ്. ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മടക്കി വെക്കാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഷാനാൻ്റെ പാൻറ്റീസൊക്കെ എടുത്തിട്ട് വേഗം കൊണ്ടുപോയി വെക്കാമെന്ന് നോക്കുമ്പോഴാണ് ഷാനാൻ്റെ എന്താ പറയുക ഇന്നറൊക്കെ വെക്കുന്ന കൊട്ടയിൽ അവളുടെ പഴയ ഇലാസ്റ്റിക് പോയ പാൻറ്റീസും കാര്യങ്ങളും കൊള്ളാത്ത ഡ്രസ്സും ഒക്കെ അതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വേഗം ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ വലതുഭാഗത്തേക്ക് എറിയുന്നതൊക്കെ ഇനി തീരെ വേണ്ട എന്നുള്ള ലെവലിലാണ് കേട്ടോ എറിയുന്നത്. ഈ ഒരു സൈഡിലോട്ട് വെക്കുന്നത് അവളുടെ മിഡി ടോപ്പ് പാൻറ്റ് വേറെ സെക്ഷനിൽ വെക്കേണ്ടതൊക്കെ അവൾ ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഒഴിവാക്കി വന്നപ്പോൾ കൊട്ടയിലൊരു സാധനമില്ല കേട്ടോ. വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരുക്കം എന്തിനാണെന്ന് വെച്ചാൽ മിന്നൂസിന് 2-3 ദിവസമായിട്ടാണ് തീരെ വയ്യ. ഇപ്പം നല്ല ചുമയാണ് ആൾക്ക്. അപ്പോൾ അതിന് മെഡിസിൻ വാങ്ങാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നു. മിന്നൂസിനും ചുമയ്ക്കും അതേപോലെ തുമ്മൽ ചെറുതായിട്ടുണ്ട്. അതിനുള്ള മെഡിസിനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾക്കിനി കുനിയാതെ അടിച്ച് വാരിയെടുക്കാനുള്ളൊരു മുറം കൂടെ വാങ്ങിയിട്ടുണ്ട്. കുറേ ആയിട്ടോ അങ്ങനെ ഒരു മുറം വാങ്ങണമെന്ന് വിചാരിക്കണം. ഇത് കുനിയാൻ വയ്യായിട്ട് അങ്ങനെയൊന്നും അല്ല, എന്നാലും നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് കോരിയെടുക്കാമല്ലോ, അതിനായിട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. അടുത്തത് നമ്മളെ ഫ്രിഡ്ജിൽ നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും റാപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു റോളും. പിന്നെ നമ്മൾ മാങ്ങ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാംഗോ ജ്യൂസ് ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പുറത്തിരിക്കുമ്പോഴാണ് നമ്മുടെ മയിലിങ്ങനെ സവാരിക്ക് ഇറങ്ങിയത് കണ്ടത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.